ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിന്നറിന്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും രണ്ടിനും ഒറ്റുപോലെ നമുക്ക് പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഒരു ഓംലെറ്റ് കറിയും പിന്നെ നമ്മുടെ മൈദ കൊണ്ടൊരു ദോശയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് പടയിൽ ചെയ്യാൻ പറ്റും. മൈദ ദോശ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഒരു വെറൈറ്റി എന്ന് ചിന്തിക്കും. വെറൈറ്റി ഒന്നുമില്ല, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിന്നറിന് ഇന്നത്തെ ഇപ്പോൾ രാവിലത്തെ വൈകുന്നേരത്തെ ഡിന്നറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, വേറെ അഡീഷണൽ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒരു കാര്യം കൂടെ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പറയുവാണ്, നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ചില വീഡിയോയിൽ മാത്രമേ വിട്ടു പോകുന്നുള്ളൂ, സോറി. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പേര്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ തന്നെ പറയാം, അവർ കമൻറ്റ് ചെയ്യുന്നത് പക്ഷേ അവർ വേറൊരു ഐഡിയ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഈ അഡൽട്സ് ഉള്ള സൈറ്റിൻ്റെ, അല്ലെങ്കിൽ ലേഡീസ് വാണ്ടഡ് ഫ്രീ ചാറ്റ് അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ സൈറ്റിൻ്റെയും മറ്റു കാര്യങ്ങളിലെ ലിങ്കാണ് ചെയ്യുന്നത്. അത് എന്തിനാണ് നമ്മുടെ ചാനലിൽ വന്ന് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒറ്റ ഐഡിയ ഇല്ല. നമ്മളെ ചാനലിൽ ചെയ്യുന്നത് ഫുഡ്, പിന്നെ എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ 2 വീലർ എന്തെങ്കിലും ചെറിയ സർവീസിങ്, പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമ്മൾ ട്രാവലിനും പോകുന്നില്ല. അപ്പം അങ്ങനത്തെ ചെറിയ സംഭവങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. എന്തിനാണ് ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിന് മുന്നത്തെ കുറച്ച് പഴയ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വരുന്ന കമൻറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിന് കുറേ റിപ്ലൈ ഒക്കെ കൊടുത്ത് വരുമ്പോഴാണ് ഈ ഒരു സാധനം നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വരെയും ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ഫ്രീ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്തിനാണ് ആഡ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, അത് ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ആഡ് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിൽ ഇടാൻ വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാലും കുറച്ച് നമുക്ക് മാന്യമായിട്ടുള്ള പെരുമാറ്റം സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്, ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോസ് ഇടുന്നവരുടെ ഒരു മാനസികാവസ്ഥ പോലെ നിങ്ങൾ തീരുമാനിച്ച് ഇടുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ലിങ്കും മറ്റു കാര്യങ്ങൾ അങ്ങനത്തേക്ക് വരുന്ന കമൻസൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, പ്രൈവറ്റായിട്ട് ഇട്ടേക്കുവാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇത് റിമൂവ് ചെയ്തും കളഞ്ഞു. അത് എന്തിനാണ് ഇടുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ദയവായി അങ്ങനെ ഇടുന്നവർ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അതിന് നിങ്ങൾ കമൻസ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുകയൊന്നും വേണ്ട. അത് ആവശ്യമുള്ളവർ തേടി കണ്ടുപിടിച്ച് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തോളും. അതിന് നമ്മളാരും സഹായിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് കിടക്കാം. ആസ് ഓൾവേസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ആർ ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളാണ്. നമ്മൾ 2 വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറുള്ളി ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഓംലെറ്റ് കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറുള്ളിയാണ് നമ്മളിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. സവോള ചേർക്കുന്നതിന് കഴിഞ്ഞും നമ്മൾ ചെറുള്ളി ചേർക്കുന്നതാണ് നമ്മുടെ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലാവുക. അപ്പോൾ നമുക്ക് ചെറുള്ളി വെച്ചിട്ട് നമുക്ക് ലേശം നാളികേരം, നമ്മൾ തേങ്ങ ഒന്ന് ചിരകിയെടുക്കണം. കുറച്ച് എന്താ പറയുക, ഉണങ്ങിയ തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. അപ്പം അത് നോക്കി ഒന്ന് ചിരകിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ചിരകിയെടുത്ത തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വറുത്തരച്ച തീയൽ പോലെയാണ് നമ്മൾ വെക്കുന്നത്. ഓംലെറ്റ് തീയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഓംലെറ്റ് തീയലെന്നോ ഓംലെറ്റ് കറിയെന്നോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിലുള്ള പേര് നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങ പകുതി ഒന്ന് ആയി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലി, പിന്നെ വേണ്ടത് നമ്മൾ കുറച്ച് വറ്റൽമുളക്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിച്ചിടുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോഴും ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൊണ്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് തിക്കായിട്ട് നമുക്ക് തന്നെ അരച്ചെടുക്കണം. എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്.
അപ്പോൾ നമുക്ക് മസാല അരച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പച്ചമണം മാറി ഒന്ന് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാൻ നമ്മുടെ ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി നമുക്ക് വളരെ ഒരു കപ്പോളം ചെറുള്ളി മതിയാവും. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് വീട്ടിലേക്ക് എടുക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരത്തില്ല, കുറച്ചെടുത്താൽ മതി. പിന്നെ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതലെടുക്കാം. ഇപ്പോഴത്തെ ഉള്ളിയുടെ വില അനുസരിച്ച് അവരൊരു റിസ്ക് അനുസരിച്ച് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്. ഇപ്പോൾ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഇവിടെ നിന്ന് അടുത്ത് തന്നെ നമ്മുടെ മുളക് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ വളമൊന്നും ഇട്ട മുളകല്ല, ജസ്റ്റ് അല്ലാത്ത കണ്ടോ നമ്മൾ മുളക് ജസ്റ്റ് ഒന്ന് കഴുകി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുരുമുളകും മറ്റൽമുളകൊക്കെ ചേർത്തത് കൊണ്ട് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് മതി. ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് കളയുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നമ്മുടെ എല്ലാം ഒന്ന് വെന്ത് സെറ്റായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മസാല, നമ്മൾ നേരത്തെ വറുത്ത തേങ്ങയും മറ്റ് മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയിട്ട് ലേശം വെള്ളം കൂടെ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഒഴിച്ച് നമ്മുടെ മസാല ഒന്ന് തിള വരണം. പെട്ടെന്ന് തന്നെ നമുക്ക് തിള, കാരണം ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേകേണ്ടതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നമ്മുടെ നല്ല തിള വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിന്ന് ടേസ്റ്റ് നോക്കാം. എരിയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് അടച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് മുട്ട പൊട്ടിക്കുക, അതിൽ ഉപ്പും കുരുമുളകും മാത്രം മതി. നമ്മൾ മറ്റേ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഉപ്പും കുരുമുളകും. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുരുമുളക് പൊടി കിട്ടുന്നു. പിന്നെ നമുക്ക് ലേശം ഉപ്പിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കല്ല് നല്ല ചൂടിന് ലേശം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മുടെ അടിച്ചു വെച്ചേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിക്കുമ്പോൾ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഉള്ള ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, തിരിച്ച് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക, എടുക്കുക. ഷേപ്പ് ഒന്ന് മോശമായതുകൊണ്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിലൊരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ കല്ലൊന്ന് ചൂടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇച്ചിരി വെള്ളം കൂടെ തിളച്ച് കൊടുത്തൊരു സംഭവം കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് നോക്കാം. നമുക്ക് നല്ല ഷേപ്പിലെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ട്രൈ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പം ഇതേപോലെ നമ്മൾ കല്ല് ഒരു സൈഡ് ചരിഞ്ഞിരിക്കുകയെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഒരു സൈഡിലേക്ക് എല്ലാം ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്ത ഓംലെറ്റ് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക രണ്ട് സൈഡും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു തിരിച്ച് ഈ സൈഡും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലൈസ് ചെയ്ത് വെച്ചേക്ക് നമ്മുടെ ഓംലെറ്റ് ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ നമുക്ക് എടുക്കാം. നേരത്തെ നമ്മൾ ഡിന്നറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായി വെന്ത് നല്ല കുറുകിയിട്ടുണ്ട്. നല്ല വറുത്തരച്ച മസാലയുടെയൊക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൈദ ദോശ ഒന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് മൈദയുടെ പൊടി, ഒരു ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്.
അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കഴിഞ്ഞാൽ ഒരു മുട്ട, നമുക്ക് മുട്ടയുടെ മണം അല്ലെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1-2 മുട്ടയൊക്കെ നമുക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു മുട്ട ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളാണ്. നമ്മുടെ ദോശ പാനിൽ ചൂടാക്കുക. പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ ജസ്റ്റ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം തിക്നെസ് വേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെക്കാം. കണ്ടോ, ഒന്ന് അടച്ച് വെച്ച് 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്കിങ്ങനെ പൊങ്ങി നല്ല മൊരിഞ്ഞ് വരും. ഒരു ബറോട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് കൂട്ട് നല്ല മൊരിച്ച് അപ്പുറം ഇപ്പുറം 2 സൈഡും മൊരിച്ച് നമുക്ക് എടുക്കാം. ബാക്കി കുറച്ച് മാവുണ്ട്, അതിലും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മൈദ ദോശ, നമ്മുടെ ഓംലെറ്റ് കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല കളർ, നല്ല ടെക്സ്ചർ, നമുക്ക് നല്ല തിക്ക് ഗ്രേവിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൂടെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഡിന്നറിൻ്റെ കൂടെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.